വീട്ടുജോലി, ഹോം നേഴ്സിംഗ്, പ്ലേസ്മെന്റ് രംഗത്ത് വിജയകരമായി 23 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിൻ്റെ വാർഷിക ആഘോഷ പരിപാടികൾ പ്രൗഢഗംഭീരമായി നടന്നു. തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി സ്മാരക നിധിയിൽ നടന്ന ചടങ്ങ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷം. 23 വർഷമായിട്ട് ഒരു സ്ഥാപനം ഇങ്ങനെ ഒരുപാട് പേർക്ക് വീട്ടുജോലിയായാലും ഹോം നേഴ്സിംഗ് ആയാലും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് ഇങ്ങനെ ആതുര സേവന രംഗത്തൊക്കെ തന്നെ നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ, അത്രത്തോളം നല്ല രീതിയിൽ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം ചെയ്താൽ മാത്രമേ ഇത്രത്തോളം വർഷമൊക്കെ തന്നെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുള്ളൂ. ഞാൻ ഇപ്പോൾ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഏകദേശം 5ഓളം സ്ഥാപനങ്ങൾ ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിൻ്റെ പേരിൽ നമ്മുടെ വിവിധ ജില്ലകളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. അവർക്ക് നിങ്ങളുടെ അസോസിയേഷൻ, നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഇത്രയും അമ്മമാരുണ്ട്, ഇത്രയുമല്ല ഇനിയും അമ്മമാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെയൊക്കെ തന്നെ നിങ്ങൾ തോളോട് തോൾ ചേർത്ത് നിർത്തി അവരെയൊക്കെ തന്നെ ഓണാഘോഷത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ കണ്ട് അവർക്ക് ഈ ഓണക്കോടി വിതരണം ചെയ്യുന്നതിന്, അവർക്കൊരു ഓണ സമ്മാനം കൊടുക്കാൻ നിങ്ങൾ കാണിച്ച ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ നേരിടും. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ് MD ആർ അനിൽകുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഒരുപാട് പേര് എനിക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു മെയിൽ നേഴ്സ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എൻ്റെ മോക്ക് ഡോക്ടറിന് അഡ്മിഷൻ കിട്ടി, സാറിൻ്റെ ഓഫീസിൽ വന്ന ശേഷമാണ് എൻ്റെ മോളെ പഠിപ്പിച്ചത്, അവളിപ്പോൾ ഡോക്ടറായിട്ട് പോസ്റ്റിംഗ് കിട്ടി, ഇനി ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വന്നാണ് പുള്ളി എൻ്റെ പറഞ്ഞത് എനിക്ക് എൻ്റെ ബുക്കിൽ കിടക്കുന്ന പൈസയൊക്കെ വേണം. ഞാൻ പറഞ്ഞു സന്തോഷം, ഒരു മോള് ഡോക്ടറായി, മോന് റെയിൽവേയുടെ എഞ്ചിനീയറായി. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. പ്രശസ്ത സിനിമാ താരം MR ഗോപകുമാർ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. പ്രശസ്ത സിനിമാ സീരിയൽ താരം വഞ്ചൂർ പ്രവീൺ കുമാർ ഓണക്കോടി വിതരണം നിർവഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ചികിത്സാ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. +2 പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം പ്രശസ്ത സിനിമാ സീരിയൽ താരം കൊല്ലം തുളസി നിർവഹിച്ചു. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിലെ മികച്ച സ്റ്റാഫുകൾക്കുള്ള ഗോൾഡ് കോയിൻ വിതരണം പ്രശസ്ത സിനിമ സീരിയൽ താരം ജിജ സുരേന്ദ്രൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ SBI പനവിള ശാഖാ പ്രതിനിധി കിറ്റി പങ്കെടുത്തു. ചെറുവാരക്കോണം ബാലികാ മന്ദിരത്തിലെ വിദ്യാർത്ഥികൾ വിശിഷ്ട അതിഥികളായ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് ഓണക്കോടിയും സമ്മാനിച്ചു. CGL ഡയറക്ടർ റോബർട്ട് സാം, മാധ്യമപ്രവർത്തകൻ ജനചിന്ത പ്രേം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സ് മാനേജർ വിദ്യ സ്വാഗതകർമ്മം നിർവഹിച്ചു. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ് പ്രതിനിധി അഖില RS കൃതജ്ഞത രേഖപ്പെടുത്തി. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സ് പ്രസിഡന്റ് അശ്വതി P, സെക്രട്ടറി സിന്ധു CS, മാനേജർ അഖിൽ SS, അഭിരാമി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സേവനരംഗത്തെ 23 വർഷത്തെ അഭിമാനകരമായ യാത്ര തുടരുന്ന ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിൻ്റെ വാർഷിക ആഘോഷ പരിപാടികൾ ദേശീയ ഗാനത്തോടെ സമാപിച്ചു.